السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. നമ്മുടെ ഡെസ്കിൽ ഇരിക്കുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യനുകൾ ഉണ്ട്. നമ്മൾ മുമ്പ് ചെറിയ തോതിൽ അത് നമ്മൾ വിശദീകരിച്ചതാണെങ്കിൽ പോലും സുഹൃത്തിന്റെ സുആലിനെ നമുക്ക് പരിഗണിക്കാം, അതിന്റെ ജവാബിലേക്ക് വരാം. മരണപ്പെട്ട ആളുകൾക്ക് ചെയ്യുന്ന അമലിനെ കുറിച്ചുള്ള ഒരു സംശയം, അതേ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് മാല മൗലൂദ് ഓതുന്നതിൽ വല്ല ഗുണങ്ങളും ഉണ്ടോ, അതുപോലെ അവരോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ്. ആദ്യം മരണപ്പെട്ടു പോയ ആളുകൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് തന്നെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതിപ്പോ നിങ്ങളുടെ സംശയം വന്നത് സാധാരണഗതിയിൽ ആധുനിക രീതിയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, റസൂലുള്ള ചെയ്തോ, സഹാബത്ത് ചെയ്തോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തോ എന്നുള്ളതാണ്. ഇവരൊക്കെ ചെയ്താൽ പിന്നെ ഇയാൾ എന്താ ചെയ്യാൻ കണ്ടിക്കണത് എന്നും അറിയില്ല. ഇനി അത് മറ്റൊരു വശമാണ്. ഇവിടെ വാസ്തവത്തില് ഈ മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞ നമ്മൾ ഇപ്പോൾ എന്നും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരത്തിന് തന്നെ ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന സ്വലാത്തൽ മയ്യിത്തി എന്നോ അതുപോലുള്ള ഒരു ആയത്തോ ഖുർആനിൽ കാണാൻ കഴിയുമോ? ഖുർആനിൽ കാണാൻ കഴിയില്ല. എന്ന് വെച്ച് ഖുർആനിൽ മയ്യിത്ത് നിസ്കാരം ഇല്ല എന്നൊരാൾക്ക് അവകാശപ്പെട്ടു കഴിഞ്ഞാൽ ഓനെ നമ്മൾ പരിധിയിൽ നിന്ന് പുറത്തുമാക്കും. ഖുർആനിലുണ്ട്, പക്ഷെ ഖുർആനിൽ ഇങ്ങനെ ഒരു രീതിയിൽ വളരെ വ്യക്തമായി നെസ്സായിട്ടുള്ള ഒരു ആയത്തിന്റെ പിൻബലത്തിൽ കാണില്ല. എന്ന് വെച്ച് ഇന്ന് ലോകത്ത് വന്ന മുസ്ലിങ്ങൾ, ദശലക്ഷ കോടിക്കണക്കിനുള്ള മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലും അയൽ രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും അല്ലാത്തടത്തും ഒക്കെ മയ്യിത്ത് നിസ്കരിക്കുന്നു. ഇവരാരും ഈ നെസ്സായിട്ടുള്ളൊരു വിഷയം കണ്ടോ കണ്ടില്ലയോ, ഇവിടെയാണ് നാം ആദ്യം തന്നെ നമ്മുടെ ചിന്ത കൊടുക്കേണ്ടത്. പക്ഷെ അത് ഖുർആനിലുണ്ട്. ഖുർആനിലില്ല എന്ന് പറഞ്ഞാൽ അവന് ഞാൻ പറഞ്ഞില്ല പരിധിക്ക് പുറത്താണ്. അപ്പൊ ഈ മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞതിനെ കുറിച്ച് തന്നെ ഹദീസുകളിൽ വിശദീകരണം വന്നിട്ടുണ്ട്, ശരിയാണ്. അതേസമയത്ത് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തെടുത്ത് ഓതിക്കൊടുത്തരൂ എന്ന് പറഞ്ഞാൽ ആ ആയത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വരണം. നമുക്കറിയാലോ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ എന്ന് പറഞ്ഞിട്ട് ആയത്തുണ്ട് നിസ്കാരത്തെ കുറിച്ചിട്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വൈലുൽ ലിൽ മുസല്ലീൻ. ഇതൊക്കെ നിസ്കാരത്തെ കുറിച്ചുള്ളതാണ്. വഖീമുസ് സ്വലാത വആതുസ് സകാ വർകഉ മഅർ റാക്കിഈൻ. നിങ്ങൾ നിസ്കരിക്കണം, സകാത്ത് കൊടുക്കണം, നിങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കണം. പരിശുദ്ധ ഖുർആൻ ഇതൊക്കെ ഖുർആനിലുണ്ട്. എന്നാൽ ഇതും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങിയാൽ മതി. അപ്പൊ അത് തന്നെ എന്തുകൊണ്ട് അവിടെ ഒരു അവ്യക്തമായിട്ടുള്ള ഒരു രീതിയിൽ പരിശുദ്ധ ഖുർആൻ വന്നു? അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി വരുന്ന മറ്റ് വിഷയങ്ങളിലും അങ്ങനെയുള്ള ചില ആന്തരികത മറഞ്ഞു കിടക്കുന്നത്, അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറയാം, അല്ലെ ഇല്ല എന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധവും ബുദ്ധിയും നമുക്ക് ഈ പറഞ്ഞ വിഷയത്തിൽ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. മനസ്സിലാവേണ്ടല്ലോ വിഷയം. ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യം തന്നെ വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ അങ്ങോട്ട് വ്യക്തമാക്കി തന്നിട്ടില്ല എന്നത് തന്നെ ഒരു ദലീലാണ്, ഒരു ലക്ഷ്യമാണ്. മനുഷ്യ, നീ ആലോചിച്ചു നോക്കണം, നീ ചിന്തിക്കണം. ഇതും ആര് തന്നെ പറയുന്നത്? പരിശുദ്ധ ഖുർആനാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അഫലാ തദക്കറൂൻ, ഖുർആനിലേക്ക് നിങ്ങൾ ഓർമ്മ കൊടുക്കുന്നില്ലയോ? എന്നുകൊണ്ട് ഖുർആൻ വളരെ ഒരുപാട് സ്ഥലങ്ങളിൽ പറയാം. അപ്പൊ ഖുർആനിക ആയത്തുകൾ ഓതേണ്ടത് എങ്ങനെയെങ്കിലും മരുന്ന് ലിസ്റ്റ് വായിക്കുന്നത് പോലെ പോവാനല്ലല്ലോ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്. ആലോചിച്ച് മനസ്സിലാക്കി ബുദ്ധിയിരുത്തി. എന്തുകൊണ്ട്? ലോകനാഥനായ റബ്ബിന്റെ കലാമാണത്. ആ കലാമിനെ കുറിച്ച് കട്ടിയും കനവുമുണ്ട്. അപ്പൊ അതിനകത്തുള്ള വിഷയങ്ങളിലും കട്ടിയും കനവുമുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ എളിയതായ ഒരു ബുദ്ധി കോപ്പിച്ചുകൊണ്ട് ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബുദ്ധി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഖുർആനിൽ കിട്ടുകാണ്ട് എന്താക്കണ്ട, അതിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതില്ല. അത് ബുദ്ധിമുട്ടിന്റെ അത് വളരെ അപകട നിലയിലേക്ക് എത്തുള്ളൂ. മാത്രവുമല്ല, എന്തോ ചെറിയ ഒന്ന് കിട്ടി, എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന ഒരു ബോധത്തിന്റെ ഒരു സ്റ്റേജിലേക്കെങ്കിലും എത്താൻ നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ബുദ്ധിക്കാരൻ. മറിച്ചങ്ങനല്ല, എനിക്ക് തിരിഞ്ഞു എന്ന് വരുന്ന ഇബ്ലീസിന്റെ നാട്യം വരുമ്പോൾ അത് കിബറിലേക്ക് പോവുകയാണ്, ഒന്നും തിരിയാതിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നറിയോ? പരിശുദ്ധ ഹദീസിനെയും ഖുർആനെയും മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ പണ്ഡിതന്മാര്
അള്ളാഹുവിന്റെ കലാമിനെ വിശദീകരിക്കപ്പെട്ട കിതാബ് വെച്ചവരുടെ ആശയങ്ങളൊക്കെ എഴുതിയതൊക്കെ അതൊക്കെ വണ്ട് കഴിഞ്ഞാൽ പടച്ചവനെ ഇതൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ഞാൻ അതിലേക്ക് വരാം ഇൻഷാ അള്ളാ. അപ്പൊ വിഷയം അവിടെ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഒന്ന് ഫസ്റ്റ്. ഇനി രണ്ടാമത് നമുക്ക് വരുന്ന ഒരു നമ്മളെ എപ്പോഴും വിട്ടിട്ട് എല്ലായ്പ്പോഴും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു വിഷയമാണ് എന്ത്? അവർക്ക് വേണ്ടിയിട്ട്, അതായത് അവർക്ക് വേണ്ടിയിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൽ ഒന്ന് തന്നെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണല്ലോ മയ്യത്ത് നിസ്കാരം വെച്ചത്. മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞത് അവർ ചെയ്യുന്നതല്ല, മരിച്ചവരല്ലല്ലോ ചെയ്യുന്നത്, നമ്മളല്ല ചെയ്യുന്നത്. അപ്പൊ നാം ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് ലോകത്ത് വരുന്ന അള്ളാഹുവിന്റെ വിശ്വസിച്ചിട്ടുള്ള മുസ്ലിങ്ങൾ ഒന്നടങ്കം, അല്ലെങ്കിൽ ഒരു നാട്ടുകാര്, അല്ലെങ്കിൽ ഒരു കുടുംബക്കാര്, ഒരു ദേശക്കാര് ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നു എങ്കിൽ ആ മയ്യത്തിന് ഈ നിസ്കാരം കൊണ്ട് ഫലമുണ്ടായത് കൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അത് അവിടെ പ്രകടമായിട്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ ചെയ്യുന്ന കാര്യങ്ങളും എന്താണ്? ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫ്വൻഹു വഅഫിഹി വഅക്രിം നുസുലഹു, ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞത് നമുക്ക് ആ ഒരാളുടെ മരണം കഴിഞ്ഞാൽ നമ്മുടെ മേൽ ബാധ്യതയാണ്, ഫർള് കിഫായിയാണ്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ ആ പ്രദേശത്തുകാർ മുഴുവൻ ഒഴിവായി, ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി. അപ്പോ ഒരാളുടെ വിയോഗം കൊണ്ട് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ മറ്റുള്ളവർ കുറ്റക്കാരാകുന്നു എന്ന് പറയുന്നതിന്റെ സ്ഥിതി എന്താണ് മനസ്സിലാക്കണം, നമ്മൾ വളരെ ചിന്തിക്കണം. അപ്പോൾ ഒരു മുസ്ലിമിനോടുള്ള വളരെ ബന്ധമാണ്, ആ ബന്ധത്തിന്റെ ഊക്കിനെയാണ് അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് മനസ്സിലാക്കണം. ഒന്ന്. ഇനി കഴിഞ്ഞു പോയ ആളുകള്, ഇങ്ങനെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിരുന്നോ എന്നതാണല്ലോ ചർച്ച. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ സ്വന്തം വകയായിട്ട് പറയുന്നതല്ല, ആധികാരികമായ ഗ്രന്ഥങ്ങൾ എടുത്തിട്ട്, അതായത് അൽ അഖീദത്തുൽ തഹാവിയ എന്ന ഗ്രന്ഥം, അത് അഖീദ വിശദീകരിക്കുന്നതാണ്, അതിനകത്ത് കാണാം. അതുപോലെ തന്നെ തൈസീർ ഇത്തിഹാഫുൽ മുസ്ലിമീന ബിമാ തയസ്സറ മിൻ അഹ്കാമിദ്ദീൻ ഇൽമു വദലീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥമുണ്ട്. അത് യഥാർത്ഥത്തില് നമ്മുടെ മദ്ഹബും കൂടിയല്ല, ഹംബലി മദ്ഹബുകാരുണ്ടാക്കിയതാ. നോക്കൂ, അതില് ആയത്ത് കൊണ്ട് വെച്ചിട്ടാണ് അതിനെ വിശദീകരിക്കപ്പെടുന്നത്. ഇഷ്ടം പോലെ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പൊന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലത്, എന്നാലും നിങ്ങളെ ചോദ്യത്തെ പരിഗണിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഖുർആനിലുണ്ടോ ഇതിന് ദലീൽ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صدق الله العظيم. والذين جاءوا من بعدهم എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയത്തെ വിശദീകരിക്കുകയാണ്. അവർക്ക് ശേഷം വന്ന ഒരു വിഭാഗം സമൂഹം, യഖൂലൂന, അവർ പറയുന്നു, റബ്ബന ഗഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു കൊണ്ട തമ്പുരാനെ. പിന്നെയോ, പിന്നെ പറയുന്ന വാക്കു നോക്ക്, വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരന്മാർക്കും. എങ്ങനത്തെ സഹോദരന്മാർ? അല്ലദീന സബഖൂന ബിൽ ഈമാൻ, അവര് വിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് മുൻകടന്നിട്ടുണ്ട്. അപ്പൊ അവരാരാ? ഇന്ന് ഹയാത്തുള്ളവരല്ല, ഇന്നുള്ളവരല്ല, മുൻകടന്നു പോയ മുഅ്മിനുകളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് കൽപ്പിക്കുകയും അതിന്റെ ആയത്തിറക്കുകയും അതിന്റെ ശൈലിയും പഠിപ്പിച്ചത് നമുക്ക്. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗല്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അപ്പോ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നുള്ള ആശയം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നമുക്ക് ലക്ഷ്യമാണ്. ഒരുപാട് ആയത്തുകൾ